പ്രൈസ് ഡിറ്റർമിനേഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ പ്രൈസിനെ തീരുമാനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഡിമാൻഡും സപ്ലൈയും എന്താണ് പ്രൈസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, നിർണ്ണയിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ പ്രൈസിന്റെയും ഡിമാൻഡിന്റെയും ഒരു കോറിലേഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് കോറിലേഷൻ ആണ് അല്ലേ. പ്രൈസ് കുറയുമ്പോൾ എന്താ? ഡിമാൻഡ് കൂടും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. പക്ഷെ അതേസമയം പ്രൈസ് കൂടുമ്പോൾ എന്താ? സപ്ലൈ കൂടും. പ്രൈസ് കുറയുമ്പോൾ സപ്ലൈ കുറയും. ഒരു പോസിറ്റീവ് റിലേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊരു സമവാക്യം ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. QD എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡിമാൻഡ് ആണ്, ഇൻറ്റു P ഈക്വൽ ടു QS എന്താ? ക്വാണ്ടിറ്റേറ്റീവ് സപ്ലൈ ഇൻറ്റു പ്രൈസ്. അതായത് പ്രൈസും ഡിമാൻഡും ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ പ്രൈസും സപ്ലൈയും എന്താണ്? ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ എങ്ങനെയൊക്കെ നോക്കാം. പ്രൈസ് ക്വാണ്ടിറ്റി നമ്മുടെ സപ്ലൈ ലൈന് ഇതാണ്. ഡിമാൻഡ് കണ്ടോ? ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഡിമാൻഡും സപ്ലൈയും ഒരു ഈക്വൽ ആവുന്ന കണ്ടീഷൻ ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, QD ഈക്വൽ ടു QS. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എക്സസ് ഡിമാൻഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് ഗ്രാഫിക്കലി നോക്കാം. എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? ഡിമാൻഡ് കൂടുന്ന ഒരു അവസ്ഥ അല്ലെ. നമ്മുടെ ഒരു മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടുന്ന അവസ്ഥ എന്താ? സപ്ലൈ അവിടെ സ്റ്റേബിൾ ആയിരിക്കും, സപ്ലൈക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യാണ്, എക്സസ് ആവാണ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും എക്സസ് ആവുക? ചിലപ്പോൾ എന്താ? അതിന്റെ വില കുറയായിരിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കുന്ന വ്യക്തികളുടെ എന്താണ് സാലറി കൂടിയിരിക്കാം, അല്ലെങ്കിൽ അത് വാങ്ങാനായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കാം. ഡിമാൻഡ് കൂടാനായിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ മാർക്കറ്റിൽ. ചിലപ്പോൾ സീസണിങ് ആയിരിക്കാം, വസ്തു വാങ്ങാനായിട്ട് ഒരുപാട് പേരുണ്ടായിരിക്കാം. വിലയിൽ വ്യത്യാസം വന്നിരിക്കാം, ഗുണനിലവാരത്തിൽ വ്യത്യാസം വന്നിരിക്കാം, ഇൻകം കൂടിയിരിക്കാം, ചിലപ്പോൾ നമുക്ക് ബോണസ് കിട്ടി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, പ്രൈസ് എപ്പോഴും ഇവിടെ വരാം. ഇവിടെ എന്താ? ഇവിടെ ക്വാണ്ടിറ്റി ആയിരിക്കും, അളവായിരിക്കും. ഇവിടെ പ്രൈസ്. P1 ആയിരുന്നപ്പോ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q2 P2. എന്നുവെച്ചാല് രണ്ട് വിലയില് വാങ്ങുന്ന ക്വാണ്ടിറ്റീസിന്റെ അളവ് കൊടുത്തേക്കണം. ഇപ്പോ P2 വാങ്ങിയ ക്വാണ്ടിറ്റിയുടെ അളവാണ് ഇവിടെ കാണുന്നത്. P1 ആയിരുന്നപ്പോഴോ
Q2 ആയി. സപ്ലൈ എന്താണ്? സപ്ലൈക്ക് മാറ്റമൊന്നുമില്ല. P2 ആയിരുന്നപ്പോൾ ഇതായിരുന്നു ഡിമാൻഡ് കർവ്. അതിൽ പ്രൈസിൽ വേരിയേഷൻ വന്നപ്പോൾ എന്താണ്? പ്രൈസ് കൂടിയപ്പോൾ അതിനനുസരിച്ച് എന്താണ്? ക്വാണ്ടിറ്റി കൂടിയപ്പോൾ എന്തായി? ഡിമാൻഡ് എക്സസ് ആയി. ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്തു. അതായത് പ്രൈസിലുള്ള വ്യത്യാസം കൊണ്ട് എന്താണ്? ഡിമാൻഡ് കൂടി, ഡിമാൻഡ് എക്സസ് ചെയ്തു. അതാണ് ഇത് പറയുന്നത്. എക്സസ് സപ്ലൈ, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ എക്സസ് സപ്ലൈ കൂടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അല്ലെ? സപ്ലൈ കൂടുന്ന ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് QD is equal to QS ആണ്. അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. അപ്പോൾ അതിന്റെ വില എങ്ങനെയായിരിക്കും? അത് നിശ്ചിത വിലയായിരിക്കും അല്ലേ? ആ ഒരു നിശ്ചിത വിലയിൽ നിന്നിട്ട് ഡിമാൻഡ് മാർക്കറ്റ് ഡിമാൻഡിനേക്കാളും മാർക്കറ്റ് സപ്ലൈ കൂടുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത് എക്സസ് സപ്ലൈ. പ്രൈസ് എവിടെയാണ്? പ്രൈസ് ഇവിടെയുണ്ട്. Q1. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രൈസിൽ നിന്ന് വാങ്ങിയ ക്വാണ്ടിറ്റിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൽ നിന്നിട്ട് ഇവിടെ ഡിമാൻഡ് എവിടെയാ? ഇവിടെയായിരിക്കും ഡിമാൻഡ് വരുന്നത് അല്ലേ? സപ്ലൈ ഇവിടെയായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? ഇതേ പ്രൈസിൽ നിന്നിട്ട് എന്താണ്? ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിക്കുന്നത്. എന്താ? നോ ചേഞ്ച് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവിൽ ചേഞ്ച് ഇല്ല. ഇതേ പ്രൈസിൽ നിന്ന് ക്യൂവിൽ നിന്ന് Q1 വാങ്ങിക്കാം. അപ്പൊ എന്താ? നമ്മുടെ സപ്ലൈ കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നത് അല്ലേ? അപ്പൊ എന്താണ്? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ? നമ്മുടെ പ്രൈസ് കുറയും. കാരണം ക്വാണ്ടിറ്റി കൂടിയപ്പോൾ എന്തായി? നമ്മുടെ പ്രൈസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവാണ്. പ്രൈസ് കുറയാണ്. P2 ആയി. അപ്പൊ P2വിൽ നിന്ന് എന്തായി? P2വിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? Q1 ആയി. സോറി, Q2 ആയി. നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ. സപ്ലൈ കർവ് എസിൽ നിന്ന് S1ലേക്ക് വന്നു. എക്സസ് സപ്ലൈ കർവ്. അപ്പൊ എന്താ സംഭവിക്കണേ? അവിടെ ഡിമാൻഡ് കർവിന് ചേഞ്ച് ഒന്നുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താ? ഇക്വിലിബ്രിയം പ്രൈസ് എന്തായി? കുറഞ്ഞു. ഇക്വിലിബ്രിയം പ്രൈസ് ഇവിടെ ഇരുന്നല്ലേ നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇക്വിലിബ്രിയം പ്രൈസ് കുറയും. പിന്നെന്താ? ഈ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കൂടും. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ആദ്യത്തെ ക്വാണ്ടിറ്റി വരുന്നു Q ആയിരുന്നു. അതെന്തായി? Q2 ആയി. ക്വാണ്ടിറ്റി കൂടും. നേരെ തിരിച്ചും വരും. എങ്ങനെ? ഈ ഡിമാൻഡ് കർവ് സ്റ്റേബിൾ ആയിരിക്കും. ഇക്വിലിബ്രിയം പ്രൈസ് കൂടുമ്പോൾ എന്താ? ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറയും. അങ്ങനെ രണ്ട് കണ്ടീഷനാണ് എന്ത്? എക്സസ് സപ്ലൈക്കുള്ളത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻക്രീസിംഗ് ഡിമാൻഡ്. ഇക്വിലിബ്രിയം പ്രൈസിൽ നിന്ന് ഇൻക്രീസിംഗ് ഡിമാൻഡും ഇൻക്രീസിംഗ് സപ്ലൈയും, അതായത് ചോദനവും പ്രധാനവും ഒരുമിച്ച് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ, രണ്ടും ഒരുമിച്ചിട്ട് ഇൻക്രീസ് ആവുന്ന ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് 4 കണ്ടീഷൻസ് 4 പോയിന്റ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. ഒരു 4 തരത്തില് ഈ മാറ്റങ്ങൾ സംഭവിക്കാം. എങ്ങനെ? ഡിമാൻഡും സപ്ലൈയും ഇൻക്രീസ് ആവുമ്പോൾ 4 വിധത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ
ഡിമാൻഡും സപ്ലൈയും ഒരുമിച്ച് വലത്ത് ഭാഗത്തേക്ക് ഒരേ ഡയറക്ഷനിലേക്ക് അത് രണ്ടും ഒരുമിച്ച് വർദ്ധിക്കാം, അതല്ലെങ്കിൽ രണ്ടും ഇടത് ഭാഗത്തേക്ക് വർദ്ധിക്കാം. പിന്നെ ഡിമാൻഡ് ഇടത് ഭാഗത്തേക്കും സപ്ലൈ വലത് ഭാഗത്തേക്കും നീങ്ങാം, അതല്ലെങ്കിൽ സപ്ലൈ ഇടത് ഭാഗത്തേക്കും ഡിമാൻഡ് വലത് ഭാഗത്തേക്കും എന്താണ് മാറ്റം സംഭവിക്കാം. അതായത് മാർക്കറ്റ് പ്രൈസിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഡിമാൻഡ് കൂടിയേക്കാം. ഡിമാൻഡ് കൂടുമ്പോൾ എന്താ സപ്ലൈയും കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ എന്താ സപ്ലൈയും കുറയും. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് എന്ത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ചിലപ്പോൾ ചില പ്രൊഡക്റ്റ് ഉണ്ടാവും, ഒരു ഇപ്പോൾ ഓണത്തിനൊക്കെ പൂ സീസണിൽ എന്താണ് പൂവിന് നല്ല ഡിമാൻഡ് ആയിരിക്കും അല്ലേ. അല്ലാത്ത സമയത്ത് എന്താണ് അതിന് വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല, സപ്ലൈ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അതെന്താ അത് ഈക്വൽ ആയിരിക്കും. സീസൺ അല്ലാത്ത സമയത്ത് അതിൻ്റെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഈക്വൽ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആയിരിക്കും. കാരണം സമയത്ത് ഡിമാൻഡ് ഒന്നുമില്ല. പക്ഷെ ഓണ സീസൺ ആകുമ്പോൾ എന്താണോ പൂക്കളിലൊക്കെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്താ സപ്ലൈയും കൂടും. ഇതിൽ അത്രയും പറയുന്നുള്ളൂ, ഡിമാൻഡും സപ്ലൈയും ഒരുമിച്ച് കൂടാം, അതല്ലെങ്കിൽ ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈയും കുറയും അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ചില പ്രൈസ് ഈ ചില പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ഈ ഓഫർ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ അതിന് വലിയ ഡിമാൻഡ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഡിമാൻഡ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കാം. പക്ഷെ അതിൻ്റെ ഓഫർ കിടുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരെണ്ണത്തിന് ഒരെണ്ണം ഫ്രീ എന്ന രീതിക്കൊക്കെ വരുമ്പോൾ എന്താണ് അതിൻ്റെ സപ്ലൈ കൂടും. പക്ഷെ ഡിമാൻഡ് കുറഞ്ഞിരിക്കും, പക്ഷെ അതിൻ്റെ സപ്ലൈ കൂടിയിട്ടുണ്ടാവും. ചില പ്രൊഡക്റ്റ് ഉണ്ട് അതിന് നല്ല ഡിമാൻഡ് ആയിരിക്കും, പക്ഷെ ഭയങ്കര വിലയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കതെന്താണ് നമ്മുടെ സപ്ലൈ കുറവായിട്ട് വരും. എന്താ ഒരു നന്നായിട്ട് ഡിമാൻഡിനനുസരിച്ചിട്ടല്ലേ സപ്ലൈ പോകുന്നത്. പക്ഷെ ഡിമാൻഡും വിലയും തമ്മിൽ എന്താണ് പോസിറ്റീവ് റിലേഷൻ ആണ്. പക്ഷെ സപ്ലൈ പ്രൈസ് എന്നുള്ള എന്താണ് തെറ്റിപ്പോയി, ഓപ്പോസിറ്റ് ആയിപ്പോയി. ഡിമാൻഡും പ്രൈസും തമ്മിൽ എന്താണ് ഇൻഡയറക്റ്റ് റിലേഷൻ. ഡിമാൻഡ് പ്രൈസ് കൂടുമ്പോൾ എന്താ ഡിമാൻഡ് കുറയും, പക്ഷെ പ്രൈസ് കൂടുമ്പോൾ എന്താ സപ്ലൈ കൂടും അല്ലേ, അതാണ് എനിക്ക് പറയുന്നത്. പ്രൈസ് സെല്ലിംഗ് എന്ന് വെച്ചാൽ താങ്ങുവില എന്ന് പറയും. വില പരിധി ഇതാണ് നിശ്ചയിക്കണേ, ഗവൺമെന്റ് ആണ് നിശ്ചയിക്കേണ്ടത്. ഗവൺമെന്റ് ആണ് എന്ത് പ്രൈസ് സെല്ലിംഗ് നിശ്ചയിക്കേണ്ടത്. ഇപ്പൊ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ റബ്ബറിന് താങ്ങുവില നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഗവൺമെന്റ് ആണ് ഇത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് സെല്ലിംഗ് നിശ്ചയിക്കുന്നെങ്കിൽ അവരെന്താണ് റേഷൻ കടയിലൊക്കെ വൻ ക്യൂ ആയിരിക്കും. ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ പേര് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കരിഞ്ചന്തയിൽ ബ്ലാക്ക് മാർക്കറ്റിൽ കുറച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതുമുണ്ട്. അപ്പൊ എന്താ ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾക്ക് സേവനങ്ങൾക്കും ഗവൺമെന്റ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ് എന്ത് വില പരിധി എപ്പോഴും ചോദന പ്രധാന ശക്തികൾ ചേർന്ന് നിർണ്ണയിക്കുന്ന കമ്പോള വിലയേക്കാൾ എന്തായിരിക്കും കുറവായിരിക്കും പറയാം. ഗവൺമെന്റ് വില പരിധി നിശ്ചയിക്കുന്നത് മൂലം കമ്പോളത്തിൽ പ്രധാനമായും രണ്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഒന്നാമതായി റേഷൻ കടകളിൽ നീണ്ട ക്യൂ രൂപപ്പെടും. രണ്ടാമതായി ന്യായവിലയ്ക്ക് ലഭിക്കുന്ന സാധനങ്ങൾ എവിടെ കിട്ടും? കരിഞ്ചന്തയിൽ വിൽക്കപ്പെടും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോബ്ലത്തില് നമുക്ക് QD എന്താ ക്വാണ്ടിറ്റേറ്റീവ് ഡിമാൻഡ് ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് QD എന്ന് പറയുന്നത്. അതെത്രയാ 100/P തന്നിട്ടുണ്ട്. എന്താ P എന്താ പ്രൈസ്. ഇനി QS തന്നിട്ടുണ്ട്. QS എന്താ ക്വാണ്ടിറ്റേറ്റീവ് സപ്ലൈ ആണ്. അതെത്രയാ 20+P തന്നിട്ടുണ്ട്. P എന്താ പ്രൈസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഇക്വിലിബ്രിയം പ്രൈസ് എങ്ങനെയാ QS = QD ആണ് ഇത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം.
is equal to QD 100 P minus 20 plus P എന്താ കറക്റ്റ് QS minus QD. ഇനി എന്ത് ചെയ്യാം? P ഒക്കെ ഒരു സൈഡിലേക്ക് വരാം. P അപ്പോൾ 80 is equal to 2P. P is equal to 80 by 2 എത്ര കിട്ടി? 40 കിട്ടി. അപ്പോൾ P എത്ര കിട്ടി? P 40 കിട്ടി. അപ്പോൾ നമുക്ക് ഇത് ഇക്വേഷൻ ഇതിലെഴുതാം. പ്രൈസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് QD എടുക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ഡിമാൻഡ് 100 മൈനസ് P എന്നല്ലേ. അപ്പോൾ P കിട്ടിയിട്ടുണ്ട് 40, നമുക്ക് 40 കിട്ടിയിട്ടുണ്ട്. അപ്പം 100 മൈനസ് 40 എത്ര കിട്ടി? 60 കിട്ടി അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡിമാൻഡ് 60 കിട്ടി. ഇനി ക്വാണ്ടിറ്റേറ്റീവ് സപ്ലൈ എടുക്കാം. QS എടുക്കാം. 20 പ്ലസ് എത്രയാ? 40 അല്ലേ. എത്ര കിട്ടി? 60 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വാണ്ടിറ്റേറ്റീവ് ഡിമാൻഡ് കിട്ടി. ക്വാണ്ടിറ്റേറ്റീവ് ഇക്വിലിബ്രിയം പ്രൈസ് നമുക്കിവിടെ ആദ്യം കിട്ടി. ഇക്വിലിബ്രിയം അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഇക്വിലിബ്രിയം പ്രൈസും കിട്ടി. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മാത്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.